അല്ലെ അവരെക്കാൾ എനർജി കൂടി ആൾക്കാരുടെ അടുത്ത് പോയി ഒരു കോഫി കുടിച്ച് 2 മണിക്കൂർ ഇരിക്കുന്നതായിരിക്കും. അങ്ങനത്തെ മെക്കാനിസംസ് നിങ്ങൾ സ്വയമായിട്ട് കണ്ടെടുത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ടീമിലുള്ളവരോടും താഴെയുള്ളവരോടും മറ്റുള്ള ആൾക്കാരോടും നെഗറ്റീവായിട്ട് കാര്യങ്ങളും പറഞ്ഞു നടന്നുകൊണ്ട് അവരും രക്ഷപ്പെടുകയില്ല, നമ്മളും രക്ഷപ്പെടുകയില്ല. ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അത് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ വന്നാലും നിങ്ങളുടെ സീനിയേഴ്സിനോട് സംസാരിക്കുക. നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങളെ ഒന്ന് പമ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളോട് മാത്രം സംസാരിക്കുക. ചില സമയത്ത് ഏത് ബിൽഗേറ്റ്സ് ആണെങ്കിൽ പോലും ചില സമയത്ത് ഡീമോട്ടിവേഷൻ ഉണ്ടാവും. അല്ലാതെ അവർ ആ ലെവലിലാണോ എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തിളച്ച് നിൽക്കുന്നില്ല. മോഹൻലാൽ, മമ്മൂട്ടി അവരെപ്പോഴും ഇങ്ങനെ തിളച്ച് നിൽക്കുന്നില്ല. അവർക്കും ഡീമോട്ടിവേഷൻ ഏത് ലെവലിലും ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് അവരെ എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മെക്കാനിസംസ് ഈ വലിയ ലെവലിൽ സക്സസ് ആയിട്ടുള്ള പല ആൾക്കാരും അവർ സ്വയം ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ചിലപ്പോൾ 2 ദിവസത്തേക്ക് ഔട്ടിങ് ചുമ്മാ യാത്ര ചെയ്യുന്നതായിരിക്കാം. അവരെക്കാളും എനർജി കൂടിയ ഒരാളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നതായിരിക്കാം. അല്ലെ അവരെക്കാളും എനർജി കൂടിയ ആൾക്കാരുടെ അടുത്ത് പോയി ഒരു കോഫി കുടിച്ച് 2 മണിക്കൂർ ഇരിക്കുന്നതായിരിക്കും. അങ്ങനത്തെ മെക്കാനിസംസ് നിങ്ങൾ സ്വയമായിട്ട് കണ്ടെടുത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ടീമിലുള്ളവരോടും താഴെയുള്ളവരോടും മറ്റുള്ള ആൾക്കാരോടും നെഗറ്റീവായിട്ട് കാര്യങ്ങളും പറഞ്ഞു നടന്നുകൊണ്ട് അവരും രക്ഷപ്പെടുകയില്ല, നമ്മളും രക്ഷപ്പെടുകയില്ല. പിന്നെ നമ്മളെ നെഗറ്റീവായിട്ടേ ആൾക്കാർ കാണുള്ളൂ.